സംഘർഷം അവസാനിപ്പിക്കണമെന്ന് വൈറ്റ് ഹൗസ് വീണ്ടും ആവശ്യപ്പെടുകയാണ്. ഇരു രാജ്യങ്ങളോടും കൂടിയുള്ള ആവശ്യമാണ് വൈറ്റ് ഹൗസിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നത്. അതിനിടയിൽ സൗദി ഡെപ്യൂട്ടി ഫിനാൻസ് മിനിസ്റ്റർ ആണ്. അദ്ദേഹം ഇപ്പോൾ പാകിസ്ഥാൻ ആർമി ചീഫുമായി സംസാരിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ പാകിസ്ഥാൻ പ്രധാനമന്ത്രിയുമായിട്ടും കൂടിക്കാഴ്ച നടത്തുന്നുണ്ട്. എങ്ങനെയാണ് ലോകരാഷ്ട്രങ്ങൾ വീണ്ടും ഇന്നലെ രാത്രി ഉൾപ്പെടെ നമ്മൾ കണ്ടിരുന്നു അമേരിക്കയുടെയും മറ്റു രാജ്യങ്ങളുടെയും ഒക്കെ ഇടപെടൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ഇന്നിപ്പോൾ എങ്ങനെയാണ് രംഗത്തെത്തുന്നത്? അമേരിക്കയുടെ നിലപാട് അമേരിക്ക ഇതിനു മുമ്പും വ്യക്തമാക്കിയിരുന്നു. അതായത് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. രണ്ട് ന്യൂക്ലിയർ പവർ രാജ്യങ്ങളാണ് ഇവർ തമ്മിൽ. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു യുദ്ധം ഉണ്ടാകുമ്പോൾ അതിൽ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഒരു തുറന്ന യുദ്ധത്തിലേക്ക് പോകാൻ അമേരിക്ക ആഗ്രഹിക്കുന്നില്ല. ഇതിനു മുൻപും ട്രംപും JD വാൻസും എല്ലാം അതിൻ്റെ നിലപാടുകൾ വ്യക്തമാക്കിയിരുന്നു. മാർക്കോ റൂബിയോ അവിടുത്തെ സ്റ്റേറ്റ് സെക്രട്ടറി അടക്കം ഈ കാര്യങ്ങൾ വ്യക്തമാക്കിയതാണ്. ഇപ്പോൾ വൈറ്റ് ഹൗസിൻ്റെയും ഒരു പ്രതികരണമാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി വന്നിരിക്കുന്നത്. അതായത് എസ്കലേറ്റ്, സംഘർഷം പരിഹരിക്കണം അല്ലെങ്കിൽ സംഘർഷം അവസാനിപ്പിക്കണം എന്നുള്ള കാര്യമാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ത്യയോടും പാകിസ്ഥാനോടും ആവശ്യപ്പെട്ടിരിക്കുന്നു. തർക്കം മൂർച്ഛിക്കുന്ന ഈ ഒരു ഘട്ടത്തിൽ അത് വഷളാക്കരുത്, മുന്നോട്ട് കൊണ്ടുപോകരുത്, ഇവിടെ വെച്ച് ഇത് അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക. അതിന് അമേരിക്ക സഹായിക്കാൻ തയ്യാറാണെന്നുള്ള കാര്യം കൂടി ട്രംപ് കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു. അതായത് നയതന്ത്ര തലത്തിൽ ചർച്ചകൾ നടത്തി ഇതിലൊരു പരിഹാരം കാണാനായിട്ട് അമേരിക്ക സഹായിക്കാൻ തയ്യാറാണെന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതിനോടൊപ്പം സൗദി ഡെപ്യൂട്ടി ഫോറിൻ മിനിസ്റ്റർ, വിദേശകാര്യ സഹമന്ത്രി ആദിൽ അൽ ജുബൈർ പാകിസ്ഥാനിൽ സന്ദർശനം നടത്തുന്നുണ്ട്. അദ്ദേഹമാണ് ഇപ്പോൾ ഷെഹബാസ് ഷെരീഫ് പാകിസ്ഥാൻ പ്രധാനമന്ത്രിയായിട്ടും, ഒപ്പം അസിം മുനീർ പാകിസ്ഥാൻ കരസേനാ മേധാവി, ഈ കണ്ട കുഴപ്പങ്ങൾക്ക് മുഴുവൻ കാരണക്കാരനെന്ന് പറയാൻ സാധിക്കുന്ന അസിം മുനീർ, ഇവർ രണ്ടുപേരുമായിട്ട് കൂടിക്കാഴ്ച നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രധാനമായിട്ടും ഇന്ത്യ പാകിസ്ഥാൻ തർക്കം തന്നെയാണ്. ഈ ചർച്ചയുടെയും പ്രധാന അജണ്ട വിഷയം കാര്യങ്ങൾ എസ്കലേറ്റ് ചെയ്യാൻ, സംഘർഷങ്ങൾ ഒഴിവാക്കാൻ, അവസാനിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ചകൾ തന്നെയാണ് സൗദിയുടെ ഭാഗത്തു നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഘട്ടത്തിൽ ലോകരാജ്യങ്ങൾ എന്തായാലും സംഘർഷം, തുറന്ന യുദ്ധം അത് ആഗ്രഹിക്കുന്നില്ല, നിലപാടുകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ വ്യത്യാസമുള്ളത് ചൈനയുടെയും തുർക്കിയുടെയും അസർബൈജാൻ്റെയും മാത്രം നിലപാടുകളാണ്. അവർ പാകിസ്ഥാന് പക്ഷം പിടിച്ചു നിൽക്കുന്നു.